എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ചോച്ചിയായിരിക്കും കാണിക്കുക. ചോച്ചിയാണെങ്കിൽ ആളുടെ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോയി ഒരുപാട് ഫോഴ്സ് കയ്യിൽ കൊണ്ടുവന്ന് വലിയൊരു പാറ അതങ്ങനെ ഇടിച്ച് തവിട് പൊടിയാക്കും. ചോച്ചോ ആണെങ്കിൽ ചോച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അതിനുശേഷം ചോച്ചോ അവൾ പപ്പ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോവും. എന്നിട്ട് അവളും കംപ്ലീറ്റ് സ്ട്രെങ്ത് എടുത്ത് ഒരു പാറയിൽ ആഞ്ഞെട്ടിക്കും. അവളുടെ പപ്പ തകർത്തതുപോലെ ആ ഒരു പാറ അത് മുഴുവനായിട്ട് തകർക്കാൻ അവളെ കൊണ്ട് പറ്റുകയില്ല. പക്ഷെ ചോച്ചിയാണെങ്കിൽ അപ്പോഴും അവൾക്ക് എനർജിയും പവറൊക്കെ കൊടുക്കും. ഉറപ്പായാലും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിനക്കൊരു കാര്യം അറിയോ, ഇത് നമ്മുടെ ക്ലാന്റെ മാത്രം സ്പെഷ്യൽ പവറാണ്. നമ്മൾ ഈ പവർ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കലോറീസ് കുറഞ്ഞ് നീ ഒരു ചുണ്ടരി പെണ്ണായി മാറും. മാത്രമല്ല ഇത്ര എനർജി അതാർക്കും ഒറ്റയടിക്ക് ഇജക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഉറപ്പായാലും നീ ഇതിലൊരു മാസ്റ്റർ ആവണം. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ ഈ പവർ അതൊക്കെ പഠിച്ചെടുത്ത് തന്നെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്കിത് അവേക്കൻ ചെയ്യാൻ കഴിഞ്ഞു. സോ നീയും എന്നെ പോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആവണമെന്ന് പറഞ്ഞ് അവളെ ഉപദേശിക്കും. പക്ഷെ അവളാണെങ്കിൽ ചോച്ചിയുടെ ഉപദേശം ഒന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ ചോച്ചിയോട് ചോദിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എത്രയും പെട്ടെന്ന് എനിക്ക് ഫുഡ് കഴിക്കണം. ചോച്ചിയാണെങ്കിൽ ഇവൾ ഇങ്ങനെ ഒരു മണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് റെസ്റ്റോറന്റിൽ വന്ന് അവൾക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും. ഉടനെ ആങ്കോ സെൻസൈ അവിടേക്ക് വന്ന് ചോച്ചിയോട് നിന്നെ ഷിക്കമരു അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയും. ചോച്ചിയാണെങ്കിൽ ഉടനെ ഷിക്കമരുവിന്റെ അടുത്തേക്ക് പോകും. ആൻഗോ ആണെങ്കിൽ ഇപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡിഷൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ ഷോപ്പിന്റെ ഓണേഴ്സ് അവര് പറയാ, ആക്ച്വലി ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിക്ക് സ്ഥിരമായിട്ടൊരു കള്ളക്കൂട്ടങ്ങള് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പൊ ഹോട്ടലിന്റെ നിലനിൽപ്പിന് തന്നെ ആ ഒരു കാര്യം പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് അടച്ചു പൂട്ടേണ്ടി വരും. ആങ്കോ സെൻസൈക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ആവേശം കയറും. ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരുന്ന ആ ഒരു വലിയ കണ്ടെയ്നറിൽ ആങ്കോയും നമ്മുടെ ചോച്ചോയും അവർ രണ്ടുപേരും കയറി ഒളിച്ചിരിക്കും. രണ്ട് വർക്കേഴ്സ് ആണ് ഇപ്പൊ ആ ഒരു വണ്ടി വലിച്ചോണ്ട് പോവാ. അപ്പൊ ലോങ് ഷോട്ടില് ആ കള്ളന്മാര് അടുത്ത നിമിഷം ആ 4 കള്ളന്മാര് അവരിപ്പോ ആ വണ്ടി വളഞ്ഞ് അങ്ങനെ നിൽക്കും. അവരെ കാണേണ്ട താമസം അത് തള്ളിക്കൊണ്ട് വന്ന 2 പേര് അവര് രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഉഷാറായിട്ട് ഓടുകയാണ്. ഉടനെ ചോച്ചോയും അൻകോയും അവർ 2 പേരും പുറത്തിറങ്ങി ഇപ്പൊ അവരുമായിട്ട് പൊരിഞ്ഞ അട്ടിയടി ഫൈറ്റ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശുരീങ്കനൊക്കെ ഇല്ലന്മാർക്ക് നേരെ അറഞ്ചം പുറഞ്ചം വലിച്ചെറിയും. പക്ഷെ അവർ സിമ്പിൾ ആയിട്ട് അവരുടെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ആൻകോ ആണെങ്കിൽ അവളുടെ സ്നേക്ക് പവറൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ മെയിൻ വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ സ്നേക്കിനെ പിടിച്ചു വലിച്ച് അവളെങ്ങനെ ലോക്ക് ചെയ്യാണ്. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ ചോച്ചോ അവളുടെ കൈ അതങ്ങനെ വലുതാക്കി മാറ്റി ആ വില്ലന്മാരെ ആഞ്ഞിട്ടിക്കും. ആ ഒരു ഇടിയില് ആ പ്രദേശം മുഴുവൻ തകർന്ന് സ്വീറ്റ് ബീൻസ് ഫുഡ് ഐറ്റംസ് അതിപ്പോ ആ വെള്ളത്തിലേക്ക് വീഴാൻ തുടങ്ങും. ചോച്ചോ അവളുടെ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോയി ഇപ്പൊ ആ ബീൻസ് അതങ്ങനെ സേഫായി ലാൻഡ് ചെയ്യിപ്പിക്കും. പക്ഷെ എന്താ, ആൻകോ സെൻസൈ ആണെങ്കിൽ വലിയൊരു കല്ലിന്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു വലിയ പൊന്തം കല്ല് അത് തള്ളി മാറ്റാൻ ശ്രമിക്കും. പക്ഷെ കലോറി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ഒട്ടും സ്ട്രെങ്ത് ഇല്ല. അവൾ ഉടനെ ആ ചാക്കിലുള്ള ബീൻസ് അതഴിച്ച് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങും. അവളത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ വില്ലന്മാര് അവരിപ്പോ കറക്റ്റ് ആയിട്ട് അവിടേക്ക് വന്ന് ആ ഫുഡ് ഐറ്റംസ് ഉള്ള ട്രോളി അത് അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ചോച്ചോ ആണെങ്കിൽ അവൾ കുക്ക് ചെയ്ത ഫുഡ് അതുമായിട്ട് ഉഷാറായിട്ട് ഓടി വന്ന് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് വായും വയറും നിറയെ അത് കഴിച്ച് അവൾ എങ്ങനെയൊക്കെയോ ഇപ്പൊ അവളുടെ വെയിറ്റ് അത് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ആൻകോ സെൻസൈയെ കാണിക്കും. സെൻസൈക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. വില്ലന്മാർ ആ ഫുഡ് ഐറ്റംസ് എല്ലാം വീണ്ടും കെട്ടി അവിടുന്ന് വലിച്ചുകൊണ്ട് പോകാൻ റെഡി ആവുമ്പോഴേക്കും നമ്മുടെ പെണ്ണ് അവളങ്ങനെ പവറായിട്ട് വന്ന് നിൽക്കുകയാണ്. ഞൊടിയിടയില് ഇപ്പൊ നമ്മുടെ ചോച്ചോ അവളുടെ സൈസ് ഇൻക്രീസ് ചെയ്യും. അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ മെയിൻ വില്ലൻ അവനവന്റെ പവർ വെച്ച് അവളെ അങ്ങനെ ചുറ്റി വലിക്കും. അതിനുശേഷം ലൈറ്റ്നിങ് പവർ അതവളുടെ ബോഡിയിലേക്ക് കടത്തി വിടാണ്. അവൾ വേദന കൊണ്ട് നിലവിളിക്കും. ആൻകോ സെൻസായും കല്ലിന്റെ മറുവശത്ത് നിന്ന് നിലവിളിക്കാൻ തുടങ്ങും. വില്ലന്മാർക്ക് പിടികിട്ടും ആൻകോ അവൾ ആ കല്ലിന്റെ മറുപുറത്തുണ്ടെന്ന്. ചോച്ചോ അവളുടെ കണ്ണുകൾ ഇറുകെ അടച്ച് ഒരു സെക്കൻഡ് അവളുടെ പപ്പയെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് ഉടനെ അവളുടെ സർവ്വശക്തിയും അങ്ങനെ എടുത്ത് ഇപ്പൊ ബട്ടർഫ്ലൈ മോഡിലേക്ക് പോവാണ്. പിന്നൊന്നും നോക്കില്ല, അറഞ്ചം പുറഞ്ച കെട്ടിച്ച് അവരെല്ലാവരെയും അവളൊരു കയറിട്ട് കെട്ടിയൊരു മൂലക്കിടും. അതിനുശേഷം ആ വലിയ കല്ല് അതും തല്ലി പൊട്ടിച്ച് അവൾ ആൻകോ സെൻസായെ സേവ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ റെസ്റ്റോറന്റില് ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് എത്താൻ തുടങ്ങി. ആ ഷോപ്പ് ഓണർ, സ്റ്റാഫ്, നമ്മുടെ ബൊറൂട്ടോ ടീം അങ്ങനെ എല്ലാവരും ഇപ്പൊ ചോച്ചോയെയും ആൻകോ സെൻസായോടും നന്ദി പറയും.
അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ റെയിൻ വില്ലേജ് കാണിക്കും. അവിടെയാണെങ്കിൽ ഹോക്കി ടീം അവരെന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുകയാണ്. അപ്പോഴായിരിക്കും സായിയും സാസുകയും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. ഉടനെ ആ ഹോക്കി ടീമിലുള്ള ഒരാൾ പറയും, നമ്മൾ അന്വേഷിച്ചത് അവിടെയുണ്ട്. മാസ്റ്റേഴ്സ് പറഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് കാരയുടെ ഓർഗനൈസേഷൻ അത് ഉറപ്പായിട്ടും അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്കാണെങ്കിൽ അവിടേക്ക് പോകാൻ കഴിയില്ല. അവിടെ ഒരു ടണൽ വഴി വേണം അവിടേക്ക് പോവാൻ. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ടോക്സിക് ഗ്യാസ് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുവഴി ഇപ്പൊ ആരെയും കടത്തിവിടാറില്ല. പക്ഷെ അവിടേക്ക് പോവാൻ ഒരു സ്പെഷ്യൽ പാത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു മാപ്പ് അവരിപ്പോ സായിയുടെ കയ്യിൽ ഏൽപ്പിക്കും. സായി ആണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഗ്രാമത്തിലേക്ക് പോയി ഈ കാര്യം അത് അൻപു ബ്ലാക്ക് ഓപ്സിനെ അവരെ അറിയിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുകയും സായിയും അവർ രണ്ടുപേരും ഇപ്പൊ മാപ്പൊക്കെ ഉപയോഗിച്ച് ഓരോ ഭാഗത്തൂടെ കയറി അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തും. അപ്പൊ ദൂരത്താരോ അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇപ്പൊ സാസുകയ്ക്ക് പിടികിട്ടും. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ വലിയൊരു ബോംബ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അടുത്ത നിമിഷം സായിയും സാസുകയും അവർ രണ്ടുപേരും ചേർന്ന് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ കെട്ടിയിടുകയാണ്. ഉടനെ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ എന്റെ സിസ്റ്ററിനെ ഇല്ലാതാക്കിയത്. സായി ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. നീ എന്തായി പറയണേ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് പോലും. നിന്നെയോ നിന്റെ സിസ്റ്ററിനെയോ ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വരും. അവൻ പറയും, ഞങ്ങൾ 4th നിഞ്ച വാറിൽ ഒറ്റപ്പെട്ടു പോയ 4 പേരാണ്. ഞങ്ങൾക്ക് അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയില്ലായിരുന്നു. ഈ ഗ്രാൻഡ് പേ ആണ് അന്നു മുതൽ ഞങ്ങളെ എടുത്തു വളർത്തിയത്. ഉടനെ സായി ചോദിക്കും, ആ കാര ഓർഗനൈസേഷൻ അവരാണോ നിന്റെ ഫ്രണ്ട്സിനെ അവരെ കൊന്നത്? അതിനവൻ പറയും, അവരാരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ ആ ഹൈഡ് ഔട്ടിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് കിട്ടിയതാണ് ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ എന്തോ ഒരു സിമ്പിള് അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവനൊരു ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കിൽ അവനും അവന്റെ ഫ്രണ്ട്സും അവരാണെങ്കിൽ ആ ഹൈഡ് ഔട്ടിലേക്ക് ആരൊക്കെയോ വന്നു എന്ന് മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്ത് അവരുടെ തൊട്ട് പിന്നാലെ പോവും. ഉടനെ ആ കാറ ടീം അവരാണെങ്കിൽ ഇവരെ കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അവരെ പിടിക്കാൻ അവരുടെ പിന്നാലെ ഓടും. അതേസമയം ഏതോ ഒരു പോയിസൺ ഗ്യാസ് അതവിടെ സ്പ്രെഡ് ആവാനായിട്ട് ആരംഭിക്കും. അവൻ മാത്രം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ആ ഒരു ബിൽഡിങ് അത് അപ്പാടെ ഇടിഞ്ഞു വീണ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും അതിന്റെ അകത്ത് കുടുങ്ങിപ്പോവും. അവൻ മാത്രമായിരിക്കും രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവുക. കട്ട് ചെയ്ത അവൻ പറയും, എനിക്ക് ആക്ച്വലി ആ ടീമിനോടല്ല ദേഷ്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ആ ഗ്രാമത്തിലുള്ളവരോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയത്. കാരണം അവരാരും ഞങ്ങളെ സഹായിച്ചിരുന്നില്ല. ഉടനെ സായി ആണെങ്കിൽ അവനോട് സോറി ചോദിച്ച് ആ ഒരു ഹൈഡ് ഔട്ട് അതെവിടെയാണെന്ന് കാണിച്ചു തരാമോ ചോദിക്കും. ഉടനെ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും കൂട്ടി ആ ഒരു ഹൈഡ് ഔട്ടിലേക്ക് പോവാണ്. കുറച്ച് മുൻപിലേക്ക് പോകുമ്പോൾ ദൂരത്തായിട്ടൊരു ഗുഹ കാണും. അവൻ ആ ഒരു ഗുഹയിലേക്ക് ഒരു എലിയെ റിലീസ് ചെയ്ത് വിടുകയാണ്. അത് അല്പദൂരം അകത്തേക്ക് പോകും. അത് വമ്പൻ ഒച്ചത്തില് കരയാനായിട്ട് തുടങ്ങും. അതിനുശേഷം അതിന്റെ കരച്ചിൽ കേൾക്കില്ല. പറയും, ഇവിടെ മുഴുവൻ ആ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോയില്ലെങ്കിൽ നമുക്കും ആ എലിയുടെ ഗതിയാവുമെന്ന് പറഞ്ഞ് അവനിപ്പോ മറ്റൊരു വഴിയിലൂടെ ആ ഹൈഡ് ഔട്ടിലേക്ക് നമ്മുടെ ആൾക്കാരെ എത്തിക്കും. സാസുകയാണെങ്കിൽ ആ ഗുഹയുടെ മുൻപിലുണ്ടായിരുന്ന വലിയൊരു കല്ല് അതങ്ങനെ തകർത്ത് കളയും. അടുത്ത സെക്കൻഡ് അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ വിളിച്ച് സ്റ്റെപ്സ് വഴി ഇപ്പൊ ഉഷാറായിട്ട് താഴേക്ക് ഇറങ്ങി ഓടും. അതിന് പിന്നാലെ തന്നെ സായിയും സാസുകയും അവന്റെ പേര് വിളിച്ച് പുറകെ ഓടി വരികയാണ്. അല്പദൂരം അവർ മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവനങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കാണുക. അവരവന്റെ അടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അവനവിടെ ഇൻവിസിബിൾ ആവുകയാണ്. ആക്ച്വലി അതൊരു ക്ലോൺ ജിപ്സുമാണ്. അവിടെ മുഴുവനും ഇപ്പൊ നല്ല രീതിയിൽ ആ പോയിസൺ ഗ്യാസ് സ്പ്രെഡ് ആവും. ആക്ച്വലി അവൻ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ട്രാപ്പ് ചെയ്യായിരുന്നു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ആ ഒരു പോയിസൺ ഗ്യാസ് അത് ശ്വസിച്ച് വായിലൂടെ ബ്ലഡൊക്കെ വരാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ പയ്യൻ കറാച്ചി അവനാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരിക. അവൻ ചിരിക്കും, നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ്, അവരും ചോര തുപ്പി ഛർദ്ദിച്ചത്. ആക്ച്വലി ഞാനാണ് ആ ഗ്യാസ് ഓപ്പൺ ചെയ്ത് അവരെ കൊന്നത്. ഉടനെ സായിയും സാസുകയും അവർ രണ്ടുപേരും രക്തം ഛർദ്ദിച്ച് താഴേക്ക് വീഴും. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാസുകയും സായിയും അവർ രണ്ടുപേരും ഒരു പോറൽ പോലും പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ സായി പറയും, തുടക്കം മുതലേ നിന്റെ മൂവ്മെന്റ്സ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരുന്നു. ഞങ്ങളുടെ 2 ക്ലൗൺസിനെയാണ് നിന്റെ പുറകെ ഞങ്ങൾ അയച്ചത്. സത്യം പറയും, നിനക്കും കാറയ്ക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്താ കണക്ഷൻ? അത് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ അവിടുന്ന് ഓടാൻ തുടങ്ങും. സായി ആണെങ്കിൽ ഒരു കത്തി എടുത്തെറിഞ്ഞ് അവനെ താഴെ വീഴ്ത്തും. ഉടനെ അവൻ ആ കത്തി കയ്യിലെടുത്ത്, ഒരു കാരണവശാലും കാറെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല, നിങ്ങൾക്ക് എന്നിലൂടെ
അവനിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ ആ കത്തിയെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി മരിച്ചു പോവാണ്. അപ്പോഴാണെങ്കിൽ ആ ബിൽഡിങ് അതങ്ങനെ ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. ഉടനെ സായ് അവൻ സൂപ്പർ ബീസ്റ്റ് സ്ക്രോൾ ഉപയോഗിച്ച് ഒരു ബേർഡിനെ ക്രിയേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഇപ്പൊ അതിന്റെ മുകളിൽ കയറി മുകളിലേക്ക് പറന്നു പോവാണ്. അവർ പുറത്തേക്കെത്തി അടുത്ത സെക്കൻഡ് തന്നെ ആ റെയിൻ വില്ലേജ് മുഴുവനായിട്ടും തകർന്ന് താഴെ വീഴുകയാണ്. അതിനുശേഷം സായും സാസുകയും അവർ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നറൂട്ടോയായിട്ട് ഷെയർ ചെയ്യും. നടന്ന സംഭവങ്ങളെല്ലാം കേട്ട് ഇപ്പൊ നറൂട്ടോ ഷോക്കാവും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ കട്ടാസ്കെ ഉണ്ടാക്കിയ ആ ഒരു ഡിവൈസ് കാണിക്കും. റിസർച്ച് ടീമിലേക്ക് ഞാൻ വീണ്ടും ഡോക്ടർ കട്ടാസ്കയെ തിരികെ വിളിക്കാൻ പോവാണ്. ഡോക്ടർ വന്നാൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രോസസ്സും കുറച്ചുകൂടെ സ്പീഡപ്പ് ആവൂ. കട്ട് ചെയ്ത ഇപ്പൊ കാറ ടീമിനെ കാണിക്കും. അവരങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.